ടെസ്റ്റ് അഡ്മിൻ യൂസേഴ്സിൽ ആ ഒരു ഷെയർ ചെയ്യണം. ഞാൻ എടുക്കാമേ, ഷെയർ ചെയ്യാം. എന്തായിരുന്നു എറർ നോക്കട്ടെ. കാണാം. ഡെഫ് ടെസ്റ്റ് അഡ്മിൻ newsdata.found ഇവിടെ ഞാൻ ഇത് ചെയ്തു. എന്തായിരുന്നു എൻ്റെ ഇത് ഈ അസേർട്ട് ഈ ഒരു കോഡ് ഉണ്ടായിരുന്നില്ലേ, നമ്മള് ഒരു പെർട്ടിക്കുലർ നെയിം ഒരു ഇതൊന്നും എടുക്കാൻ. പക്ഷെ ഇത് ചെയ്യുമ്പോ എറർ വരും, ഫുൾ ഇത് പാസ്സാവണില്ല. അഡ്മിന്റെ പേജ് ഇതുപോലെ ഒബ്ജക്ട് തന്നെ മോഡൽ കംപ്ലീറ്റ് ആവാണ്ടല്ലോടാ. ഇത് ചെയ്യാത്ത ഇത് എന്താ പറയാ പാസ് അസേർഷൻസാ ഞാൻ അസേഷൻസ് അല്ലടാ, ഇത് പേജ് ഒബ്ജക്ട് മോഡൽ കംപ്ലീറ്റ് ആയില്ല. ഇതിന് അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യണ്ടേ? പേജ് ഒബ്ജക്ട് മോഡൽ അല്ല നിരഞ്ജന, ഞാൻ അത് ഞാൻ അസേർഷൻസ് ട്രൈ ചെയ്തു ഇതിന്. അസേർട്ട് ക്ലോ ഇൻ യൂസർ ഇൻഫോ. അപ്പൊ ഇത് എറർ വരുന്നുണ്ടായിരുന്നു എനിക്ക്. എന്താ എറർ വരുന്നത് നോക്കട്ടെ. എക്സിക്യൂട്ട് ചെയ്തേ. കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. ഇല്ല നോർമൽ സ്പീഡിലാണ് വരുന്നത്. സെർച്ച് ചെയ്തു. ഓക്കെ, പക്ഷെ കണ്ടോ, ഇത് ക്ലോ വരെ വന്നു, സെർച്ച് ചെയ്തു, പക്ഷെ ഇവിടെ എറർ വന്നു. ലൈൻ നമ്പർ 28 എറർ കാണിക്കുന്നത്. അഡ്മിൻ യൂസേഴ്സ് 28 ഒന്നുമില്ലല്ലോ, ലൈൻസ് ഒന്നുമില്ല. താഴേക്ക് വന്നേടാ. കോഡ് മറ്റേ വൺ ടെസ്റ്റ് ഫെയിൽഡ് എന്നിട്ട് കാണിക്കുന്നേ. താഴേക്ക് വന്നേ. താഴെ വൺ ടെസ്റ്റ് ഫെയിൽഡ്, വൺ ടെസ്റ്റ് ടോട്ടൽ എന്നിട്ട് കാണിക്കുന്നില്ലേ? വൺ ടെസ്റ്റ് ഫെയിൽ. ഒരു മിനിറ്റ്. വൺ ടെസ്റ്റ് ഫെയിൽ, വൺ വാർണിംഗ്. താഴേക്ക് വാ. ഏത് ലൈനിലാണ് എറർ നോക്കട്ടെ. വെയിറ്റ്. ഇതിന്റെ എക്സ്പാർട്ടിലെ മിസ്റ്റേക്ക് ഉണ്ടടാ. മിസ്റ്റേക്ക് എന്താ ഞാൻ പറഞ്ഞുതരാം. കോഡ് എടുക്ക, അത് കാണിച്ച എക്സ്പാർട്ടിലെ മിസ്റ്റേക്ക് എന്താ ഞാൻ പറഞ്ഞുതരാം. ഇതിലോ യൂസർ സെർച്ചിലോ? യൂസർ സെർച്ചിൽ തന്നെ. യൂസർ സെർച്ചിന്റെ ടേബിളിന്റെ എക്സ്പാർട്ട്. ടേബിളിന്റെ എക്സ്പാർട്ട് ടി ബോഡി അല്ലേടാ, ബോഡി അല്ലല്ലോ. /t body/ അല്ലേ വരണ്ടേ? ഓക്കെ. /t body ഇട്ടടാ. ശരി. കൊടുത്തു നോക്കിക്കേ. ഓക്കെ, എക്സിക്യൂട്ട് ആയി. ഇനി പൈച്ചാൻ നോക്കിക്കേ. ഇപ്പൊ എക്സിക്യൂട്ട് ആയി. ഓക്കെ, മനസ്സിലായി. ന്യൂസിൽ എന്താ പ്രശ്നം? പിന്നെ പാരാമീറ്ററൈസേഷൻ ടെസ്റ്റ് ന്യൂസ് .py ട്രൈ ചെയ്യാൻ പറഞ്ഞു. അടുത്ത ടെസ്റ്റ് ന്യൂസ് എടുത്തേ. ബ്രൗസർ അതില് ടെസ്റ്റ് സെർച്ച് ഇവിടെ ഈ ആഡ് ന്യൂസ് എന്തിനാടാ? ആഡ് ന്യൂസ് അവിടെ എന്തിനാ കൊടുത്തേ? പാരാമീറ്ററൈസേഷൻ ഇവിടെ. വെയിറ്റ് മുകളിലേക്ക് പോയിക്കേ. ഇതിനത് നമ്മള് ഇവിടെ പറഞ്ഞുതരാം. അതെന്താ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ന്യൂസ് ഡാറ്റ പൈ ടെസ്റ്റ് മാർക്ക്. ഓക്കെ, ഞാൻ ഇത് കമന്റ് ചെയ്തിട്ടിരിക്കടാ. അത്
അൺകമന്റ് ചെയ്. അതെ 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 നമ്മൾ വേറൊരു പ്രോഗ്രാമിന് കോഡിന് വേണ്ടിയിട്ട് അത് ആ കമന്റ് കമന്റ് ചെയ്തതായിരുന്നു അല്ലേ? എക്സിക്യൂട്ട് ശരി. ചെയ്ത് നോക്കിയേ. അതുപോലെ താഴെ എവിടെ ആഡിങ് ന്യൂസ് എഴുതിയിരിക്കുന്നല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിന് ഇവിടെ അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ @brightest.test.parameterize ഇവിടെ കൊടുക്കണം. ഇതുപോലെ ഇവിടെയും കൊടുക്കണോ? ആ ഇങ്ങനെ കൊടുക്കണം അല്ലേ? ആ അതേ പാറ്റേണിൽ താഴെ കൊടുത്തതിന്റെ ശേഷം ആ വാല്യൂവിനെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യണം. അപ്പൊ മനസ്സിലായോ? നമ്മൾ ഇവിടെ കോമ ന്യൂസ് ഡാറ്റ എന്ന് കൊടുത്തില്ലേ? ആ ഇത് ഈ ന്യൂസ് ഡാറ്റ നെയിം ഇതല്ലേ, അത് പാരാമീറ്ററൈസിൽ കൊടുത്ത നെയിം അല്ലേടാ. ഓക്കെ 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 അത് ഞാൻ ഓക്കെ ശരി മനസ്സിലായി. അതിന് ആഡിങ് ന്യൂസ് നോക്കി കൊടുക്കാം. അപ്പൊ ഇവിടെ ആഡിങ് ന്യൂസ് എന്ന് കൊടുക്കണം അല്ലേ? അത് പേസ്റ്റ് ചെയ്തോ, എന്നിട്ട് പേര് മാറ്റിക്കോ, അവിടെ ആഡിങ് ന്യൂസ് നോക്കോ. ആ ഇനി ഇത് പാസ് ചെയ്യാലോ ആഡിങ് ന്യൂസ്. ആ ഇനി ആഡിങ് ന്യൂസ് പാസ് ചെയ്യാം, ഇനി വർക്ക് ആവും. ഇനി സെർച്ച് ന്യൂസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ഓക്കെ ഓക്കെ ഇത് കറക്റ്റ് അല്ല. അസേർട്ട് ആഡിങ് ന്യൂസ് ഇൻ ടേബിൾ. ഇത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ആ ടീ ബോഡി ഓക്കെ. അത് അതിൽ ടൈപ്പ് ചെയ്ത് പോകുന്ന മിസ്റ്റേക്ക്, അത് കുഴപ്പമില്ല. ഓക്കെ അതായിരുന്നു ഫെയിലിയർ വന്നത്. ഓക്കെ ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. പൈറ്റസ്റ്റ് മാർക്ക് അതെപ്പോഴും നോക്കുക കേട്ടോ. അതായത് ഏതൊരു ഫിക്സ്ചർ അല്ലെങ്കിൽ പാരാമീറ്ററൈസ് ചെയ്യണമെങ്കിൽ എന്ത് പാസ് ചെയ്യുകയാണെങ്കിലും ശരി, അതിന്റെ മുന്നേ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള അനോട്ടേഷൻ കൊടുത്ത് അതിന്റെ ഹെഡിങ് ടൈറ്റിൽ എന്താണോ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. മനസ്സിലായടാ? എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്തു പോകുമ്പോൾ നമ്മൾ എല്ലാവരും വിട്ടു പോകുന്നതാണ്. നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരെണ്ണത്തിൽ കൊടുത്തിട്ടുള്ള ഓർമ്മയിൽ നമ്മൾ നേരെ കൊടുത്തു. അങ്ങനെ കൊടുക്കരുത് കേട്ടോ. ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞു. അത് ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ. എൻഡിൽ ശ്രദ്ധിക്കുക, നമ്മൾ എന്തെങ്കിലും ഫീൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ റിട്ടേൺ ചെയ്യാൻ ഫംഗ്ഷനിൽ പകരം ഫിക്ചേഴ്സ് പറയുന്ന ടേമാണ് ഈൽഡ്. ഈൽഡ് ഡ്രൈവർ ഇവിടെ എനിക്ക് വേണ്ട ഡ്രൈവറിനെയാണ് അല്ലേ. ഈൽഡ് ഡ്രൈവർ കൊടുത്തു. ഫസ്റ്റ് മാത്രം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം ഇമ്പോർട്ട് കൊടുത്താൽ മതി. നിരഞ്ജന എനിക്കൊരു ഡൗട്ട്. പറയടാ. അല്ല കഴിഞ്ഞിട്ട് മതി. ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നില്ല, അത് കഴിഞ്ഞിട്ട് മതി. ഇല്ല കുഴപ്പമില്ല, പറഞ്ഞു. അവന്റെ അല്ല അക്ഷയുടെ കഴിഞ്ഞിട്ട് മതി. അവന്റെ ഒഫീഷ്യൽ ആപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാടാ, നീ പറഞ്ഞോ. ആണോ? ഓക്കെ. അല്ല ഇതില് ഇപ്പൊ ഇത് ഫെയിലായി. പക്ഷെ ഈ നമ്മള് ഇങ്ങനൊരു സിന്റാക്സ് കൊടുക്കണില്ലേ, ആഡിങ് ന്യൂസ് പിന്നെ എന്താ പറയാ സ്ക്വയർ ബ്രാക്കറ്റിൽ ഹലോ ഗുഡ് മോർണിംഗ് ന്യൂസ് ടുഡേ. ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ മറന്നു. നമ്മൾ ബേസിക്കലി ഈ 3 ന്യൂസ് സെർച്ച് ചെയ്യല്ലേ? രണ്ട് ന്യൂസസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് എന്റെ സിന്റാക്സ് ആണ്. പാരാമീറ്റേഴ്സ് സിന്റാക്സ് ആണ്. താഴേക്ക് വന്നടാ. നോട്ടെ ഇവിടെ എന്താ ടെസ്റ്റ് കേസ് ഫെയിൽ ആവാൻ കാരണം? എന്റെ സെർച്ച് ക്ലിക്ക് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്തത്. അല്ല എനിക്ക് ആക്ച്വലി ഈ സിന്റാക്സ് മനസ്സിലായില്ല. ഇതൊന്നും കൂടെ പറഞ്ഞുതരാമോ? ഈ മാർക്ക് ഡോട്ട് പൈറ്റസ്റ്റ് മാർക്ക് ഡോട്ട് പാരാമീറ്റേഴ്സ് ഫിക്സഡ് ആണ്. ഓക്കെ. ബ്രാക്കറ്റ്സില് നമ്മൾ ആദ്യത്തെ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ പാരാമീറ്ററൈസേഷൻ കൊടുക്കുന്ന നെയിം, അതാണ് നമ്മൾ ഫസ്റ്റ് പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു ലിസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുത്ത എന്താ പൈത്തണിലെ മീനിങ്?
സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുത്താ അത് ടേബിൾ പോലെ ഇങ്ങനെ ഒരെണ്ണം കഴിഞ്ഞ് അതിന്റെ താഴെ ലിസ്റ്റ് അടുത്ത് അങ്ങനെയാണോ? നമ്മൾ കളക്ഷൻസിൽ പഠിച്ചില്ലായിരുന്നോ? ഓക്കെ, ഓക്കെ. ആ, ആ. ഓർമ്മയുണ്ടോ? കളക്ഷൻ ഓക്കെ, ഓക്കെ. സ്ക്വയർ ലിസ്റ്റ് ബ്രാക്കറ്റ്സ് ആയിട്ട്. കൊടുത്താൽ ഓക്കെ. അത് ലിസ്റ്റ് ആണ് അല്ലേ? സോ നമ്മൾ എന്ത് ഉം. ചെയ്യാണ്? ഒരു ലിസ്റ്റ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു എം ടി ലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഉം. 1, 2 or 3 ഓർ എത്ര നമ്പർ ഓഫ് ഡാറ്റയുള്ള ലിസ്റ്റും ആവാം, നമ്മുടെ ഇഷ്ടമാണ്. ഉം. സോ നമ്മൾ ഉം. ഏറ്റവും കുറഞ്ഞ 2 വാല്യൂസ് കൊടുക്കും. ബിക്കോസ് പാരാമീറ്ററൈസിങ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. ഉം. ഉം. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം ഓഫ് 2 വാല്യൂസ് നമ്മൾ കോമ സെപ്പറേറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ആ ഉം. വാല്യൂവിന്, അതായത് ഇപ്പോൾ ഇവിടെ ആഡിങ് ന്യൂസ് ആണെങ്കിൽ ആഡിങ് ന്യൂസ് എന്ന് പറയുന്ന അതിനെ ഇവിടെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യണം ഫംഗ്ഷന്, നമ്മുടെ ടെസ്റ്റ് ഫംഗ്ഷന്. എന്തിനാണ് നമ്മളിത് പാസ് ചെയ്യുന്നത്? ഓക്കെ. ആഡിങ് ന്യൂസില് വരുന്ന 2 ന്യൂസുകള് അങ്ങനെയാണോ? അതെ, 2 തവണ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ആൻഡ് ഈ 2 ന്യൂസസ് എനിക്ക് ആഡ് ചെയ്യണം അവിടെ. ഓക്കെ, ഓക്കെ. മനസ്സിലായോ? ഹലോ ഹലോ ഗുഡ് മോർണിംഗും ഗുഡ് എനിക്ക് മോർണിംഗ് ആഡ് ചെയ്യണം, ന്യൂസ് ടുഡേയും ആഡ് ചെയ്യണം. ന്യൂസ് ടുഡേ. അപ്പം ഞാൻ ചോദിക്കണേ, ഇതും പ്രിന്റ് ആവില്ലേ? അത് പ്രിന്റ് ആവില്ല, അത് നെയിമാണ്. ആഡിങ് ന്യൂസിൽ ഹലോ ഗുഡ് മോർണിംഗ് വരുന്നു, ആഡിങ് ന്യൂസിൽ ന്യൂസ് ടുഡേ വരുന്നു, അങ്ങനെ അല്ലേ? അതെ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇപ്പൊ എറർ എന്താ നോക്കട്ടെ, താഴേക്ക് വന്ന്. wait. Adding news not equals test_news.py line number 60. ഓക്കെ, ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആഡിങ് ന്യൂസ്, ബിക്കോസ് ഇവിടെ ആഡിങ് ന്യൂസ് അല്ല വരേണ്ടത്. ഇവിടെ പകരം എന്താ കൊടുക്കുക? ഇവിടെ ഈ ആഡിങ് ന്യൂസ് എന്ന് കൊടുത്താൽ റിസൾട്ട് കിട്ടില്ല. അപ്പോ കാരണം എന്താ? ബിക്കോസ് അതില് 2 ന്യൂസ് വരുന്നുണ്ട് അല്ലെ? 2 ന്യൂസ് വരുന്നുണ്ട്. അത് ഡൈനാമിക് ആയിട്ട് പാസ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് ചെയ്താൽ മതി? താഴേക്ക് വാ. 2 ബ്രൗസർ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെർച്ച് ന്യൂസിന് പാരാമീറ്ററൈസ് ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി പറഞ്ഞു തന്നതല്ലേ. ഓക്കെ, ഓക്കെ, ഓക്കെ. സെർച്ച് ന്യൂസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. സെർച്ച് ന്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആഡ് ന്യൂസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂസ് വരുന്നില്ലേ? ആഡിങ് ന്യൂസിന് ഒരു വാല്യൂ അല്ല അവിടെ വരുന്നത്. പകരം ആദ്യം വരുന്നത് ഗുഡ് മോർണിംഗും പിന്നെ അടുത്ത് വരുന്നത് ഏതായിരുന്നു? ന്യൂസ് ടുഡേ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇത് രണ്ടും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ലൂപ്പ് യൂസ് ചെയ്യണം. ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? ആദ്യത്തെ ഇറ്ററേഷനിൽ ആദ്യം i = 0 സെറ്റ് ചെയ്യുക. ഫോർ i = 0 ആണെങ്കിൽ അസേർഷൻ ചെക്ക് ചെയ്യേണ്ടത് ആഡിങ് ന്യൂസ് അല്ല. സെക്കൻഡ് വൺ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഒരു ലിസ്റ്റ് നമ്മൾ ഉടനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ആദ്യം. അല്ല, അസേർഷൻ ചെക്ക് ചെയ്യുന്നത് ഹലോ ഗുഡ് മോർണിംഗ് അല്ലേ? പിന്നെ ന്യൂസ് ടുഡേ. ആഡിങ് ന്യൂസ് വരില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ലിസ്റ്റ് 1 ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഹലോ ഗുഡ് മോർണിംഗ് ന്യൂസ് ടുഡേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഫോർ i = 0 ആദ്യത്തെ ഇറ്ററേഷൻ. സെക്കൻഡ് വൺ വരുമ്പോ i = 1 ആവണം. നമ്മൾ അങ്ങനെ ലോജിക് സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ കരുതി ആഡിങ് ന്യൂസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിനെ രണ്ടിനെയും കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതിനെ രണ്ടിനെയും കൺസിഡർ ചെയ്യും എന്ന് വിചാരിച്ചു ആഡിങ് ന്യൂസ് കൊടുത്താൽ. അങ്ങനെ വരത്തില്ല. അത് കമന്റ് ചെയ്തിട്ടോ. അല്ലെങ്കിൽ ഇതോ ഈ ലൈനാ? പകരം നീ അവിടെ നോർമലി ഒരു ന്യൂസ് പാസ് ചെയ്താൽ മതി. അവിടെ ആഡിങ് ന്യൂസ് മാറ്റിയിട്ട് ലൈൻ നമ്പർ 80 ആഡിങ് ന്യൂസ് മാറ്റി. ഓക്കെ, ഒരു കാര്യം ചെയ്യും, അസേർട്ട് മാറ്റണ്ട. അസേർഷൻ അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ആഡിങ് ന്യൂസിൽ ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുത്തേപ്പോ. ഓക്കെ. എന്നിട്ട് പാരാമീറ്ററൈസും അതുപോലെ എന്താ പറയാ @pytest.parameterizeഉം ആഡിങ് ന്യൂസും ഇപ്പൊ റിമൂവ് ചെയ്യാം. അത് നിനക്ക് പ്രാക്ടീസിന് വേണ്ടി തന്നതല്ലായിരുന്നോ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഞാനത് നോട്ട് ചെയ്തു. ട്രൈ പാരാമീറ്ററൈസേഷൻ ആൻഡ് ടെസ്റ്റ് ന്യൂസ്. അപ്പൊ ഞാനത് ചെയ്ത് നോക്കിയത്. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയില്ലേ പാരാമീറ്ററൈസേഷൻ? ഇപ്പൊ ക്ലിയർ ആയി. ആഡിങ് പിന്നെ ന്യൂസ് റിമൂവ് ചെയ്യണേ. ജസ്റ്റ് നോട്ട് ആഡിങ് ന്യൂസ് റിമൂവ് ചെയ്യണേ. ചെയ്തു. പാരാമീറ്റർ ന്യൂസ് റിമൂവ് ചെയ്യാം. പിന്നെ വീഡിയോയില് എനിക്ക് വീഡിയോയില് ഒരു ടൈം ഔട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നല്ലോ ഞാൻ അറ്റൻഡ് ചെയ്യാത്ത ക്ലാസ്സിൽ. അത് ഞാൻ നോക്കുമായിരുന്നു. അപ്പൊ അതില് നിരഞ്ജന പറഞ്ഞത് ഓഫ് 3 ട്രൈ ചെയ്യുമ്പോ ചിലപ്പോ മിക്കവാറും അത് ഫെയിൽ ആവും.
അപ്പൊ നമ്മൾ 5 കൊടുക്കുമ്പോ വർക്ക് ആവുമെന്ന് പറഞ്ഞല്ലോ വർക്ക് ടൈം ആവും. അത് ഔട്ടില്. നമ്മൾ നെറ്റ്വർക്ക് ലാഗ് ഒക്കെ വരില്ലേ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ലാഗ് ഒക്കെ വരത്തില്ലേ, അല്ലെങ്കിൽ വലിയ അല്ല പക്ഷെ സ്ക്രിപ്റ്റ് ഒക്കെ 3 ആകുമ്പോൾ വരില്ലേ. വെച്ച് വർക്കായി. 3 വെച്ച് നോക്കിയപ്പോ ആ അത് വർക്കായി അത് 3 ചിലർക്ക് സെക്കൻഡ്സില്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് എല്ലാം വരുമ്പോൾ ചിലപ്പോൾ ഓ 3 വർക്ക് അതിന് ആവില്ല. മനസ്സിലായോ? നെറ്റ്വർക്ക് ലാഗ് ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ സെർവർ ലാഗ് വരുമ്പോൾ വർക്ക് ആവണമെന്നില്ല. ഓക്കെ ഓക്കെ. അങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളോട് പറയാണ് വിത്തിൻ 5 സെക്കൻഡ്സ് എക്സിക്യൂട്ട് ആവുണ്ടോ എന്ന് തന്നെ ചെക്ക് ചെയ്യണം. മനസ്സിലായോ? അത് പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ് ആക്ച്വലി. അതായത് എത്രത്തോളം മിനിമം എൻഡ്യൂറൻസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റിംഗ് ഉണ്ടല്ലോ, ആ സമയത്തൊക്കെയാണ് നമുക്ക് പൈ ടെസ്റ്റ് ഒക്കെ എന്താ പറയാ ടൈം ഔട്ട് ഒക്കെ യൂസ് ചെയ്യാം. അതൊരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റൂ. അതായത് നമ്മൾക്ക് അത്ര ടൈമിനുള്ളത് വർക്ക് ആവുമോ ഇല്ലയോ എന്ന് പറയത്തില്ലേ, മനസ്സിലായടാ? അങ്ങനെയുള്ള സിനാരിയോസിലാണ് ടൈം ഔട്ട് യൂസ് ചെയ്യുന്നത്. ഹലോ കേൾക്കുന്നില്ലേ? ഹലോ, ഹലോ. കേൾക്കുന്നുണ്ടോ? ആ പെട്ടെന്ന് ഇതായി. ഇപ്പൊ കേക്കാം. ആ ഓക്കെ. അയ്യോ ഞാൻ കൊറേ മിസ് ചെയ്തു. എന്തായിരുന്നു പറഞ്ഞേ? ഇല്ലടാ, ഇല്ല കുഴപ്പമില്ല. അതായത് കുഴപ്പമില്ല. നമ്മളിപ്പോ ഓക്കെ. നമ്മളിപ്പോ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയും. നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ആപ്ലിക്കേഷൻ എത്രത്തോളം എന്താ പറയാ എത്രത്തോളം എൻഡ്യൂറൻസ് ഉണ്ട് എന്ന് നോക്കുന്ന ഒരു കാര്യമല്ലേ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാല്. അതെ. അപ്പൊ നമ്മള് ലെറ്റ്സ് സേ എനിക്കിപ്പോ നോക്കണം ദാറ്റ് എന്റെ ആപ്ലിക്കേഷൻ ഇത്ര നേരം കൊണ്ട് എന്താ പറയാ ഒരു 5 സെക്കൻഡ്സ് കൊണ്ട് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് പാസ് ആവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം സ്പീഡ് ഉള്ളതാണ്, റിലയബിൾ ആണ്. അപ്ലിക്കേഷന്റെ കേസിൽ അതൊരു പെർഫോമൻസ് ആണ് അല്ലെ, വെബ് അപ്ലിക്കേഷന്റെ കേസിൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്കൊരു യൂസർ സ്റ്റോറി കിട്ടുകയാണ്. ആ സ്റ്റോറിയിൽ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട് ദാറ്റ് നിങ്ങളോട് എസ്പെഷ്യലി പറയുവാണ് ഈ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. അതായത് വിത്തിൻ 5 സെക്കൻഡ്സ് ഇത് എക്സിക്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാൻ. നിങ്ങളോട് സ്പെഷ്യലി പറയുന്നുണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെയുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ പ്ലഗിൻ. ഓക്കെ മനസ്സിലായി. അതൊരു പ്ലഗിൻ ആണ്. ഫൈറ്റ് ടെസ്റ്റ് അല്ല, ടൈം ഡോട്ട് സ്ലീപ്പ് അല്ലടാ. നമ്മളൊരു ഇത് കൊടുത്തില്ലേ, എന്തായിരുന്നു ടൈം ഔട്ട് ഈക്വൽസ് 3 ടൈം ഔട്ട് ഈക്വൽസ് 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തില്ലായിരുന്നു, അതാണ് ചോദിക്കുന്നത്. ടൈം ഡോട്ട് സ്ലീപ്പ് പ്ലഗിൻ അല്ല, അത് പൈത്തണിൽ വരുന്ന ഒരു ഫീച്ചറാണ്. ടൈം ഡോട്ട് സ്ലീപ്പ് പക്ഷേ ടെസ്റ്റ് സ്ക്രിപ്റ്റിൽ അധികം നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. അത് ഒരു പ്രാക്ടീസാ, ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരു പ്രാക്ടീസ് ആണ്. അതായത് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്താൽ വർക്ക് ചെയ്യും, പക്ഷെ പൈത്തണിന്റെ അങ്ങനെയുള്ള കോഡ്സ് അതായത് വെയിറ്റ് പോലത്തെ കാര്യങ്ങൾ അങ്ങനെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യരുത്. അതിന് വേണ്ടി വേറൊരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക് വെയിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, നമ്മളിതൊക്കെ പറഞ്ഞു. പിന്നെ റീട്രൈ റെഫർ ചെയ്തു വീഡിയോയിൽ തന്നെ. ഞാനൊന്ന് വീഡിയോ റെഫർ ചെയ്തിട്ടുണ്ട്. അത് ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക് എടുക്കാം, റിപ്പോർട്ട് ജനറേഷൻ ആൻഡ് സ്ക്രീൻഷോട്ട്. റിപ്പോർട്ട് ജനറേഷനും സ്ക്രീൻഷോട്ട്സും. കേക്കാമോ? ഹലോ, കേക്കാം. അക്ഷര കേക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗോപിക കുറച്ച് ലാഗാണ്. ഗോപിയക്ക് എനിക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലേ, ഇഷ്യൂ ഉണ്ട്. എനിക്ക് ഇന്ന് എന്തോ ഒരു നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ. ഇത്രയും ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമില്ലടാ, കട്ടായി പോകണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ നമ്മള് ഇത് ചെയ്തായിരുന്നോടാ, മൾട്ടി ബ്രൗസർ ടെസ്റ്റിംഗ് ചെയ്തായിരുന്നോ? മൾട്ടി ബ്രൗസർ ട്രൈ ചെയ്തു. അന്ന് എന്തോ 16 14 പാസ്റ്റ് 2 ഫെയിൽഡ് എന്ന് അങ്ങനെ എന്തോ വന്നു. എനിക്ക് അതെന്തോ ഒരു ഓർമ്മ. അത് ചെയ്തിരുന്നല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ക്രോമിലും ഫയർഫോക്സിലും സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്തായിരുന്നല്ലോ അല്ലെ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് റിപ്പോർട്ട് ജനറേഷൻ ആൻഡ് സ്ക്രീൻഷോട്ട് ക്രിയേഷൻ. അതായത് നിങ്ങൾ ആസ് ടെസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താ, ഈ ഒരു ടെസ്റ്റ് കേസ് ഫെയിലായി, അത് നിങ്ങൾ എങ്ങനെ ഡെവലപ്പറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നിങ്ങൾ പറഞ്ഞാൽ ഈസി ആയിട്ട് ഡെവലപ്പറിനെ എന്താ പറയുക, ഇറ്റ് ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാം അല്ലേ. സോ നിങ്ങൾ വിത്ത് പ്രൂഫ് കൊടുക്കണം. നിങ്ങൾ വിത്ത് പ്രൂഫ് പറയണം ദാറ്റ്
ഈ ടെസ്റ്റ് കേസ് ഫെയിൽ ആവുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ ഡെവലപ്പേഴ്സിന് കുറച്ചും കൂടെ ചെക്ക് ചെയ്യേണ്ടി വരും അല്ലെ. സോ അങ്ങനെയുള്ള സിനാരിയോസിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം അതിനെ നമുക്ക് സ്ഥലത്ത് അറ്റാച്ച് ചെയ്യണം. നിങ്ങൾ നോർമലി എങ്ങനെ ഒരു ടെസ്റ്റിംഗ് എൻവയോൺമെന്റിൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റിപ്പോർട്ടാണ് ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത എല്ലാ ടെസ്റ്റ് കേസസിന്റെയും ഒരു റിപ്പോർട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യും. ആൻഡ് ആ റിപ്പോർട്ട് ആയിരിക്കും നമ്മൾ പൊതുവെ ഡെവലപ്പേഴ്സിനായാലും ശരി അല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സിനായാലും കൊടുക്കുക. അപ്പോൾ അല്ല ഇൻ കേസ് അവർ സ്ക്രീൻഷോട്ട് സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതായിരിക്കും, നമ്മളൊരു നോർമലി ഒരു റിപ്പോർട്ടിന്റെ കൂടെ തന്നെ നമ്മളങ്ങ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ കൊടുക്കാൻ നേരം നമ്മളുടെ റിപ്പോർട്ടിൽ തന്നെ ഈ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ആയി വന്നാൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ലേ? അതായത് നിങ്ങൾ ഒറ്റ സിംഗിൾ ഡോക്യുമെന്റിൽ നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടും ഷെയർ ചെയ്തു, അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ റിപ്പോർട്ടിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ഫെയിൽ ആയി എന്നുള്ള റീസൺ ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടും ഉണ്ട്. അതൊരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു പാക്കായി അല്ലെ. പ്രൊഫഷണലി നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഷെയർ ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുതിയൊരു കൺസെപ്റ്റ് ഉണ്ട്, ഹൂക്സ് എന്ന് പറഞ്ഞിട്ട്. ഹൂക്സ് അപ്പൊ ഹുക്സ് എന്ന് വെച്ചാല് ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടല്ല ഹുക്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപും അല്ലെങ്കിൽ ശേഷമോ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യണമെന്ന് വിചാരിക്കൂ, അതിന് എനിക്കൊരു ഹുക്കായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്റെ ഒരു ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയ ശേഷമാണ് എനിക്ക് അറിയാൻ പറ്റുക ടെസ്റ്റ് കേസ് ഫെയിലിയർ ആണോ സക്സസ് ആണോ എന്ന് അല്ലെ. സോ അതിനനുസരിച്ച് എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കണം അല്ലെങ്കിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്നതാണ് ഹുക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് ആക്ച്വലി ഒരു പ്ലഗിൻ ആണ്. ആ പ്ലഗിൻ പ്രോപ്പർലി എക്സിക്യൂട്ട് ആവുന്നില്ല, വർക്ക് ആവാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ കോഡ് എടുത്തിട്ട് ഒരു ഹുക്കായിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു പ്ലഗിൻ അവൈലബിൾ ആണ് ആക്ച്വലി, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാല്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ചില സമയത്ത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യത്തില്ല. അത് റിലയബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ കോഡ് എടുത്തിട്ട് അങ്ങനെ തന്നെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ഒരു പ്ലഗിൻ ഉണ്ട്, പ്ലഗിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ പ്ലഗിന്റെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ചില സമയത്ത് ഇത് എക്സിക്യൂട്ട് ആവും പ്രോപ്പർ ആയിട്ട്, ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ ചില സമയത്ത് ഇത് തീരെ എക്സിക്യൂട്ട് ആവത്തില്ല. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഇനി ഈ കോഡായിട്ട് എഴുതുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പല പ്ലഗിൻസും എല്ലാം നിങ്ങൾക്ക് ChatGPT നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ അതിൽ പല പ്ലഗിൻസിന്റെയും പ്രശ്നം എന്താന്ന് വെച്ചാല് നമുക്ക് അതിനെ ഒന്നും എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ ബിഹേവിയേഴ്സിനെ. അതിപ്പോ ചില സമയത്ത് വർക്ക് ആയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി റിപ്പോർട്ട് ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്ലഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പൊതുവെ പ്രിഫർ ചെയ്യത്തില്ല. പകരം നമ്മൾ തന്നെ ഹുക്ക് എഴുതാൻ രീതിക്കായിരിക്കും നമ്മൾ എഴുതുന്നത്. അഗൈൻ ഹുക്സ് എഴുതുന്നതും കോൺഫ്ടെസ്റ്റ് PY തന്നെ ആയിരിക്കും. അതായത് കോൺഫ്ടെസ്റ്റ് PY ആണ് നമ്മൾ എഴുതുന്ന എല്ലാറ്റിന്റെയും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ പൈത്തൺ സെലീനിയത്തിലേക്ക് വരുമ്പോ. ഓക്കെ, മനസ്സിലായടാ? ഞാനിപ്പോ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഹുക്സ് വേറെ എന്തിനൊക്കെ ഹുക്സ് ശരിക്കും ഇപ്പൊ റിപ്പോർട്ട് ജനറേഷൻ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് ക്യാപ്ചറിങ് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്ക്രീൻഷോട്ട് ക്യാപ്ചറിംഗ് യൂസ് ചെയ്യാം. നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾക്ക് ലെറ്റ്സ് സേ എനിക്കിപ്പോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ മുൻപേ സ്ഥിരമായിട്ട് എനിക്ക് ഒരു കാര്യം പ്രിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെയുള്ളതെല്ലാം എനിക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും? എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, ഹുക്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബേസിക്കലി സ്പീക്കിംഗ് എനിക്ക് എന്റെ എക്സിക്യൂഷൻ എനിക്ക് എന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്.
അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എയ്തർ ടെസ്റ്റ് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപാണ് അല്ലെങ്കിൽ ശേഷമാണ്. അതെങ്ങനെയാണോ എനിക്ക് വേണ്ടത് എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അക്കോർഡിംഗ് ഞാൻ കൊടുത്തു. ആൻഡ് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഹുക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിന് നോർമലി നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഇതിന് അവൈലബിൾ പ്ലഗിൻസ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ മെയിൻ റീസൺ ഇതൊരു കുറച്ച് റിപ്പോർട്ട് ജനറേഷന്റെ പ്ലഗിൻസ് അൺസ്റ്റേബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്ലഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു അതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു കോഡ് ഒരു ഹുക്ക് ആയിട്ട് എഴുതുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹുക്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണോടാ? ഞാൻ ഒരു കോഡ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് എടുത്തേ. വലിയ കോഡാണ്. ഇതെവിടെ കോൺടെസ്റ്റിൽ കൊടുക്കണം? കോൺടെസ്റ്റ് പി വൈയിൽ ഈ കോഡ് പ്ലേസ് ചെയ്തോളാം. ഇതിന്റെ എൻ്റെ കോഡ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ കോഡ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇതിൽ നമ്മൾ 2 റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. HTML റിപ്പോർട്ടും ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്യൂർ റിപ്പോർട്ടും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അല്യൂർ റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? കേട്ടിട്ടുണ്ടോ അല്യൂർ റിപ്പോർട്ട്സ് എന്ന ടേം എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്യൂർ, ALLUR, അല്യൂർ റിപ്പോർട്ട്. അല്യൂർ റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതായത് നമ്മൾ വെറുതെ എഴുതി കാണിക്കുമല്ല, ഇത്രയധികം ടെസ്റ്റ് കേസസ് ഉണ്ട്, ഞാൻ ഇത്ര ടെസ്റ്റ് കേസ് പാസ്സായി ഇത്ര ടെസ്റ്റ് കേസ് ഫെയിൽ ആയി എഴുതി കാണിക്കില്ല. അത് ചാർട്ട് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഗ്രാഫ് ഫോർമാറ്റിലുള്ള നമുക്ക് കാണിച്ചു തരും. ഇത്ര പെർസെന്റേജ് ഓഫ് പാസ്സായി ഇത്ര പെർസെന്റേജ് ഫെയിൽ ആയി എന്ന് കുറച്ച് ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിച്ചു തരുന്ന ടൈപ്പ് ഓഫ് റിപ്പോർട്ടാണ് അല്യൂർ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ബാർ ഡയഗ്രാം പോലെ ഇങ്ങനെ, അതെ, ബാർ ഡയഗ്രാം അല്ലെ ഈ പൈ ചാർട്ട് പോലെയൊക്കെ വരും. ഇങ്ങനെ ഇതിനെ കുറച്ചും കൂടെ ഇൻഡസ്ട്രിയലി സ്പീക്കിംഗ് HTML റിപ്പോർട്ട്സിനെക്കാളും കുറച്ചും കൂടി ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് അല്യൂർ റിപ്പോർട്ട്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് HTML റിപ്പോർട്ട്സ്, എന്നാൽ HTML റിപ്പോർട്ട്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഡ് തന്നിട്ടുള്ളത്. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. കോൺഫ്ലക്സ് PY എടുത്തേ ഗോപിക, അതിൽ ഞാൻ തന്ന കോഡ് പേസ്റ്റ് ചെയ്തേ. ഈ OSനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഫ്രം OSനെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് os.path. ഇൻഡന്റേഷൻ കറക്റ്റ് ആണോ അതോ ബാക്ക് പോണോ? ഒരെണ്ണം പൈറ്റസ്റ്റ് ബാക്ക് പോണം. അപ്പൊ എറർ വരുന്നുണ്ടല്ലോ. അതിൽ ഇമ്പോർട്ട് കൊടുക്കടാ. അതില് വെയിറ്റ്, ഒരെണ്ണം കൂടെ തരാനുണ്ട്, ഇപ്പൊ തരാവേ. ഇത് കോമൺ ആണ്, ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ തരുന്ന കോഡും കൂടെ അതിൽ പ്ലേസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു കോഡും കൂടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, report_folder തൊട്ട്. അത് എറർ കാണിക്കേണ്ടത് സ്പെസിഫിക് സ്റ്റെപ്പിൽ എടുക്കാൻ പറ്റത്തില്ല. അതായത് ഫെയിലിയർ വന്നതാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്, ഫെയിലിയറിന് മാത്രം. മറ്റേ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് വേസ്റ്റേജ് അല്ലേ. നോർമലി ടെസ്റ്റിംഗിൽ കൺസേൺ ചെയ്യുമ്പോൾ നമുക്ക് അത് ആവശ്യം വരുന്നില്ലല്ലോ. ടെസ്റ്റിംഗിൽ കൺസേൺ എന്താ വരുന്നത്? ഫെയിലിയർ ആവുന്നുണ്ടോ എന്നല്ലേ കൺസേൺ വരുന്നത്. അതിന്റെ മുകളിൽ ഈ കോഡ് എവിടെ പ്ലേസ് ചെയ്യണ്ടത്? ഞാനിപ്പോ തന്ന ഹുക്കിന്റെ മുകളിൽ പ്ലേസ് ചെയ്യടാ.
ഓക്കെ ഓക്കെ. ഈ ഡെഫ് പൈടെസ്റ്റ് കോഡ് ക്ലിയർ ആണോ? റിപ്പോർട്ട് ഫോൾഡർ ഈക്വൽ ടു നൺ. അതന്നെ അവിടെ ഡേറ്റ് ടൈം ഇമ്പോർട്ട് ചെയ്തേ, ഈ അത് കറക്റ്റാ. റിപ്പോർട്ട് ഫോൾഡർ ഈക്വൽ ടു നൺ അത് കറക്റ്റ്. അതന്നെ സെയിം ആണ് ആ കോഡ്. യെസ്, അതില് ഓഎസ് ഡേറ്റ് ടൈം ഒക്കെ ഇമ്പോർട്ട് ചെയ്തേ. ഡേറ്റ് ടൈം അതെ. ഡേറ്റ് ഇമ്പോർട്ട് എവിടേക്ക് വേറെ ഡേറ്റ് ഉണ്ടല്ലോ. ടൈം. ഇനി എവിടെയാ? അല്യൂർ ഇമ്പോർട്ട് ചെയ്യണം അല്ല അല്ല ഇത് ക്രിയേറ്റ് പാരാമീറ്റർ മോർ ആക്ഷൻസ് കൊടുത്തേ. അല്ല ഇമ്പോർട്ട് അല്ല. ഇമ്പോർട്ട് അല്ല, മോർ ആക്ഷൻസ് കൊടുക്കുക. അല്യൂറിന് മോർ ആക്ഷൻസ് കൊടുക്കുക. ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് പാക്കേജ്. ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് പാക്കേജ് അതന്നെ. ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട്. നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ. ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട്. Make sure that the package name is correct. Do you want to continue? Yes. Yes. Failed ആണോ? അല്ലൂർ ഫെയിൽ ആയി. അയ്യോ സ്റ്റക്ക് ആയല്ലോ. സ്റ്റക്ക് ആവുക ചെയ്തേക്കുന്നേ. ഹലോ ഹലോ കേക്കുന്നില്ലടാ? കേക്കാം അല്ലേ? കേക്കാമോ? ആ കേക്കാം. ഓക്കെ ഓക്കെ. അല്യൂർ വേർഷൻ സാറ്റിസ്ഫൈ ആവുന്നില്ല, നോക്കാം. ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് കൊടുക്കടാ. ഞാൻ കൊടുത്തു പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരോട്ടം കൂടെ കൊടുത്ത് മോറിൽ പോയിട്ട്. അത് ആവും നോക്കട്ടെ. അക്ഷരയ്ക്ക് ഇമ്പോർട്ട് ആവുന്നുണ്ടോ? ഇല്ല. ആയി. ഡേറ്റ് ആൻഡ് ടൈം അല്ലേ? ഡേറ്റ് ടൈം അല്ലടാ, അല്യൂർ ബേസ് 64 ഇമ്പോർട്ട്. ക്രിയേറ്റ് പാരാമീറ്റർ HTML എക്സ്ട്രാസ് അതും മോർ ആക്ഷൻസ് ആണോ? അതെ. അയ്യോ അതൊന്നുമില്ലല്ലോ. മോർ ആക്ഷൻസ് വേണ്ട. ഇതെന്താ HTML എക്സ്ട്രാസ് മോർ ആക്ഷൻസ് കൊടുത്തേ. അല്ല അതിലൊന്നുമില്ല. മോർ ആക്ഷൻസ് ഞാൻ കൂടി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവേ. ഓക്കെ. ഷെയർ ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ഞാൻ കോഡ് എടുത്ത് പേസ്റ്റ് ചെയ്തു. ഞാനൊന്നും ഇമ്പോർട്ട് ചെയ്തില്ല. ഡേറ്റ് ആൻഡ് ടൈം ഒന്ന് ഇമ്പോർട്ട് ചെയ്തോട്ടെ. ഓക്കെ. ഇമ്പോർട്ട് ദിസ് നെയിം അല്ലേ? ഓ ഇത് അല്യൂർ ഇപ്പോഴും എറർ വരിക. ഇൻസ്റ്റാൾ പാക്കേജ് അല്യൂർ പൈത്തൺ ഇതാണോ? ഇൻസ്റ്റാൾ പാക്കേജ് അല്യൂർ പൈത്തൺ തന്നെ. OS ഇമ്പോർട്ട് ദിസ് നെയിം. ഓക്കെ. ഇതിനകത്ത് ഏതാണ് എടുക്കേണ്ടത്? OS ഫസ്റ്റ് വൺ. ഓക്കെ. പിന്നെ ഇതെന്താ വിഷയം? ഈൽ ഡ്രൈവർ മുകളിൽ കൊണ്ടിടണ്ട. മാച്ച് വിൻഡോ കഴിഞ്ഞിട്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്തോ, മാറിപ്പോയതാട്ടോ. പിന്നെ സ്പേസ് ഇല്ലാത്തോണ്ടാണോ ഇനി എന്താ? നോക്കട്ടെ. അക്ഷരയുടെ സ്ക്രീനാണ് അപ്പൊ കാണുന്നേ. ഇനിയുള്ളത് അല്യൂർ അല്ലേ? ബേസ് 64 ആണോ? അല്യൂറിന്റെ അവിടെ പോവാ. മോർ ആക്ഷൻസ് എടുക്കുക. ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് അല്യൂർ എടുക്കുക. ഓക്കെ കൊടുക്കുക. Kerala could not find a version that satisfies the requirement allure from. സെയിം ആണ് വരുന്നത് അല്ലേ? ശരിക്കും ഫെയിലിയർ ആണത്. ഞാൻ അതില് ഒരു പിപ്പ് ഇൻസ്റ്റാൾ ഉണ്ടായിരുന്നു. പകരം ഇതങ്ങ് ഇമ്പോർട്ട് ചെയ്തോളൂ. ഞാനൊരു പിപ്പ് ഇൻസ്റ്റാൾ ഒരു പിപ്പ് ഇൻസ്റ്റാൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെയ്തേടാ 3 പേരും. പിപ്പ് ഇൻസ്റ്റാൾ ഇല്ല എന്റെ ആ അലോറിന്റെ എറർ പോയി നിരഞ്ജന. ഇപ്പൊ അത് ശരിയായി തോന്നുന്നു. നോക്കട്ടെ, സ്ക്രീൻ നോക്കട്ടെ. ഇപ്പൊ വാർണിംഗ്സ് ഓക്കെയാണ്, പ്രശ്നമില്ല. വേറെന്തോ വരുന്നുണ്ട് കേട്ടോ. അതാ അലോർ റെഡ് ആയിരുന്നു, ഇപ്പൊ അത് മാറി.
മാറിയില്ലേ? പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണോ ഞാൻ? പിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടോ? ജസ്റ്റ് കുഴപ്പമില്ല, ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ജസ്റ്റ് ചെയ്തിട്ടോ. Allure brightest. Okay. ഇമ്പോർട്ട് ആയല്ലോ, ഞാൻ ഇമ്പോർട്ട് കൊടുത്ത് നോക്കിയേ. ബേസ് 64 ഇമ്പോർട്ട് ചെയ്ത് നോക്കിയേ. ഇതെന്താ പറ്റിയേ? ഇനി ഇമ്പോർട്ട് കൊടുത്തേടാ അക്ഷര. ഇമ്പോർട്ട് Allure. ബേസ് 64 പിപ്പ് ഇൻസ്റ്റാൾ Allure brightest. എന്തെങ്കിലും ഒന്ന് HTML extras. രണ്ട് തവണ വന്നു. HTML extrasന്റെ അവിടെ ഉണ്ടോ നിനക്ക്? എനിക്ക് തന്നിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ. ക്രിയേറ്റ് പാരാമീറ്റർ HTML എക്സ്ട്രാക്ട്സ് വന്നേക്കുന്നത്. ക്രിയേറ്റ് കൊടുക്കട്ടെ? ക്രിയേറ്റ് ചെയ്തോ. റിപ്പോർട്ട് Allure ഫോർമാറ്റില്. ഓക്കെ, ഇപ്പൊ ഇനി ഒരു കാര്യം ചെയ്തേ. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെയില് നിരഞ്ജൻ, എന്റെയില് HTML extras എറർ ആയിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്തേടാ, പാരാമീറ്റർ റിമൂവ് ചെയ്ത എല്ലാവരും. പാരാമീറ്ററോ? HTML extras equals none കൊടുത്തില്ല, ഒന്ന് റിമൂവ് ചെയ്തേ അക്ഷര. നോക്കട്ടെ എവിടെയാ കൊടുത്തേന്ന്. മുകളില് പാരാമീറ്ററിൽ കൊടുത്തിരുന്നേടാ. അത് HTML underscore ഓക്കെ. ഒന്ന് റിമൂവ് ചെയ്തേ. എന്നിട്ട് ഞാൻ പറയുന്ന പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തേ. pytest-html. അയ്യോ, അത് മാറ്റുമ്പോ കൊറേ എറർ വന്നല്ലോ. അത് പോയി വന്നോട്ടെ, കുഴപ്പമില്ല. എനിക്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യ അക്ഷര. ഓക്കെ. ഇതില് ഇനി ടെർമിനലിലേക്ക് വന്ന എല്ലാവരും ടൈപ്പ് ചെയ്യാം. ഒരു സെക്കൻഡ് നിരഞ്ജന, ഏത് ഞാൻ ആ ലൈൻ കിട്ടിയില്ല എനിക്ക്. HTML extras equal to none. അത് ഫിക്സ് ചെയ്യാനാണ്. എക്സ്ട്രാസ് ഫിക്സ് ചെയ്യാനാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ടെർമിനലിൽ ടൈപ്പ് ചെയ്തേ. ടെർമിനൽ എടുക്കടാ. പിപ്പ് ഇൻസ്റ്റാൾ pytest-html. സ്പേസ് വേണോ? സ്പേസ് പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സ്പേസ് pytest-html. എൻ്റർ അടിക്കാം അല്ലേ? ഇൻസ്റ്റാൾ ആയി. ഇനി HTML extras ഒന്ന് ഹോവർ ചെയ്ത് നോക്കിയേ. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. പാരാമീറ്റർ തന്നെയുള്ളൂ. ഇമ്പോർട്ട് ഓപ്ഷൻ വരണില്ലല്ലോ. പാരാമീറ്റർ HTML എക്സ്ട്രാക്ട്സ് വരുന്നത്. നോക്കട്ടെ, മനസ്സിലായി. ഞാൻ തരുന്ന ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇട്ടേടാ. ഇത് ആക്ച്വലി pytest HTML വരുന്നതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കൊടുത്തു നോക്കിക്കേ. From pytest HTML import extras. ഇത് എവിടെയാ കൊടുക്കുന്നത്? നമ്മളുടെ കോൺഫ്ലക്സ് പി വൈല് മുകളിൽ ഏറ്റവും മുകളിലുണ്ടേ കൊടുക്കും. നോർമലി നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കത്തില്ലേ, ഏറ്റവും മുകളിൽ കൊണ്ട് അവിടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇടാ. അത് ഒന്ന് അവിടെ കൊടുക്കണേ. നമ്മുടെ ഹുക്ക് റാപ്പർ
ഹുക്ക് റാപ്പറിന്റെ അവിടെ വേണ്ട, മുകളിൽ ഏറ്റവും കൊണ്ടിട്ടാ മുകളിലല്ലേ? മതി, ഏറ്റവും മുകളിൽ കൊണ്ടിട്ടാ മതി. ആ, ശരി. ഇപ്പൊ പോയില്ലേ സ്ട്രെസ്? എന്താ അപ്പൊ വീണ്ടും വരാത്തെ? ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ പാക്കേജ് പൈറ്റസ്റ്റ് HTML. കൊടുത്തൊന്നൂടെ. എനിക്കിപ്പോ വേറെ ഒന്നും വന്നില്ല, എറൊന്നും വന്നില്ല കേട്ടോ. വന്നില്ലല്ലോ. ഓക്കെ, വേണ്ട, അത് അങ്ങനെ തന്നെ വരുന്നത്. അത് കോഡ് ഞാൻ ബേസിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എൻറ്റയർ ആയിട്ട് കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാകത്തില്ല. HTML ഇമ്പോർട്ട് ആവട്ടെ ഗോപികടയില്. ഓക്കെ, അതിൻ്റെ ഉള്ളില് അത് ഇമ്പോർട്ട് ആയിക്കോട്ടെ. മീൻവെൽ ആ കോഡ് ഒന്ന് എടുക്കുക, ഹൂക്ക് തൊട്ട് എടുക്കുക കേട്ടോ കോഡ്. അക്ഷര ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്തേടാ, ഹുക്സിന്റെ അവിടേക്ക്. മതി. ഇവിടെ കണ്ടോ @pytest.hook.impl ഹുക്ക് റാപ്പർ ഈക്വൽസ് ട്രൂ. ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൈൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എനിക്ക് ഇവിടെ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് എനിക്ക് എന്ത് ചെയ്യണം, ആ ഹുക്കിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്ലിയർ? ആ ഹുക്ക് എനിക്ക് ഓരോ തവണയും ടെസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടേയിരിക്കണം, ഓരോ ടെസ്റ്റ് കേസും കഴിയുമ്പോൾ. സോ ഞാൻ അതുകൊണ്ട് സ്പെസിഫിക്കലി പറഞ്ഞു കൊടുത്തു ഹുക്ക് റാപ്പർ ഈക്വൽസ് ട്രൂ. ഹുക്ക് റാപ്പർ ഈക്വൽസ് ട്രൂ എന്ന് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഓരോ ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹുക്ക് റാപ്പർ ഈ ഹുക്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറയാനുള്ള വേറൊരു വേ ആണ് ഹുക്സിൽ ഹുക്ക് റാപ്പർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് എവറി ടൈം, അതാണ് ഹുക്ക് റാപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായടാ? മനസ്സിലായി. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള എൻറ്റയർ കോഡ് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോർഷൻസ് മാത്രമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഔട്ട്കം ഈക്വൽസ് yield, അതായത് നിങ്ങൾ എന്താണോ ഇവിടെ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് അതിനെ ഞാൻ ഔട്ട്കം എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പൊ ഇവിടുന്ന് അതായത് എന്താണ് റിസൾട്ട് നമ്മളുടെ നമ്മളുടെ ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്ത് എന്താണോ നമുക്ക് കിട്ടിയത് അതാണ് ഈ ഔട്ട്കം എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ റിസൾട്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ട്. ടെസ്റ്റ് കേസ് ഫെയിലിയർ ആണോ പാസ്ഡ് ആണോ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇവിടെ അതിനെ REP എന്ന വേരിയബിളിലേക്ക് വെച്ചിട്ട് ഇവിടെ ചോദിക്കണം REP.when double equals call, അതായത് എപ്പോഴാണോ ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിയുന്നത്, ഫംഗ്ഷൻ എക്സിക്യൂഷൻ എപ്പോൾ കഴിയുന്നു അവിടെ വെച്ചാണ് ഇത് എക്സിക്യൂട്ട് ആവേണ്ടത്. ആൻഡ് REP.fail, അതായത് as per the report നമ്മൾക്ക് ഇപ്പൊ ഔട്ട്കം വഴി കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിലുള്ള നമ്മളുടെ ഈ ടെസ്റ്റ് കേസ് ഫെയിൽഡ് ആണെങ്കിൽ മാത്രം ബാക്കിയുള്ളത് എക്സിക്യൂട്ട് ചെയ്യാം. ഫെയിൽഡ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഫെയിൽഡ് ആണെങ്കിൽ മാത്രമേ എനിക്കത് എക്സിക്യൂട്ട് ചെയ്യണ്ടൂ. അതെന്താ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്? ട്രൈ. എനിക്ക് എന്താണ് ട്രൈ ചെയ്യാനുള്ളത്? driver.item function arguments.getOff. ഈ ബ്രൗസർ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്ത ഫിക്സ്ചർ ആണ്. നമ്മൾ ആദ്യം ഒരു ഫിക്സ്ചർ സെറ്റ് ചെയ്തില്ലായിരുന്നോ ക്രോമിന് മാത്രമായിട്ട്? ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത ഫിക്സ്ചർ, ആ ഫിക്സ്ചർ ആണ് ഇത്. അതായത് ഈ ബ്രൗസർ ഇൻസ്റ്റൻസിനെ യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് കേസസിനെ മാത്രമേ ആര് കൺസിഡർ ചെയ്യത്തുള്ളൂ? ഈ റിപ്പോർട്ട് ഇപ്പൊ കൺസിഡർ ചെയ്യത്തുള്ളൂ. Then നെക്സ്റ്റ് എന്താ? ഇഫ് ഡ്രൈവർ ഈസ് പ്രസന്റ് എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്ന സ്പെസിഫിക് ഫോർമാറ്റിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ക്ലിയർ? ആ സ്റ്റെപ്സ് എന്താണെന്ന് എൻറ്റയർലി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് ആകെ ആവശ്യമുള്ള save_ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ അറിയേണ്ടത്. അതായത് നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് നോർമലി ഇന്റർവ്യൂസിലാണെങ്കിലും എവിടെയാണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ,
how can you take a screenshot in the Selenium അല്ലെങ്കിൽ Python Selenium? സിമ്പിൾ ആൻസർ ആണ് സേവ് അണ്ടർസ്കോർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. അത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതല്ല. സേവ് അണ്ടർസ്കോർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് PNG ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റും. driver.save screenshot. Then next step നോക്കിക്കേ, allure.attach file. എനിക്ക് എന്ത് ചെയ്യണം, ഈ സ്ക്രീൻഷോട്ടിനെ പിടിച്ച് എൻ്റെ അല്ലൂർ റിപ്പോർട്ടിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യണം. പാത്ത് അതെ os.path.join എന്ന റിപ്പോർട്ട് ഫോൾഡറിന്റെ പാത്ത്, അതിന്റെ കൂടെയുള്ള നെയിം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, അല്ലൂർ റിപ്പോർട്ടിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ HTML റിപ്പോർട്ടിലേക്കും നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്തു. ഈ സ്ക്രീൻഷോട്ടിനെ അറ്റാച്ച് ചെയ്തു. ആൻഡ് എക്സെപ്റ്റ് ഇൻ കേസ് ഫെയിലിയർ ആയതിനു ശേഷം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, എക്സെപ്ഷൻ റിട്ടേൺ ചെയ്യണം. മനസ്സിലായോ? ഇത്രയും ഈ കോഡിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ബിക്കോസ് അതിൽ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവത്തേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എക്സെപ്ഷൻ റിട്ടേൺ ചെയ്യണം എന്നുള്ളത് എവിടെയാ? എക്സെപ്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ പഠിച്ചില്ലായിരുന്നോടാ? ഇനി ഞാൻ തരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് നോർമൽ HTML റിപ്പോർട്ട് ആണ്. ടെർമിനലിൽ pytest സ്പേസ് -HTML എന്റർ അടിച്ചു. ടെർമിനലിൽ ഇന്റേണൽ എറർ ഉണ്ടല്ലേ? എടാ എല്ലാവരും ആ ഡേറ്റ് ടൈമിന്റെ ഇമ്പോർട്ട് എന്നെടുത്ത് കളഞ്ഞേടാ. ഫയർഫോക്സ് പാസ്ഡ് ഇതാണോ ഇമ്പോർട്ട് ഡേറ്റ് ടൈം? അതന്നെ. അത് വേണ്ട. അപ്പം അത് പറഞ്ഞുതരാം. ഏതാ ഇമ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. കമന്റ് ഔട്ട് ചെയ്താൽ മതി. അപ്പൊ എറർ വരും അവിടെ. ആ എററിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തേടാ. അൺറിസോൾവ്ഡ് റെഫറൻസ് ഡേറ്റ് ടൈം. ആ ഡേറ്റ് ടൈമിൽ കൊണ്ട് കഴ്സർ വെച്ചേ. എക്സിക്യൂട്ട് ആവുന്നില്ലേ? ഫയർഫോക്സ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അത് എക്സിക്യൂട്ട് ആവുന്നേ ഉള്ളൂ. അതിലെ ഇമ്പോർട്ട് ദിസ് നെയിം കൊടുത്തേ ഗോപിക. ഡേറ്റ് സെക്കൻഡ് ഓപ്ഷൻ എടുക്കുക. ഓക്കേ, ഞാൻ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഞാനിപ്പോ തന്ന ലൈൻ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. അതെന്തായിരുന്നു? ഡേറ്റ് ടൈമിന്റെ ഇഷ്യൂ ആയിരുന്നു. ഡേറ്റ് ടൈമിന്റെ ഇഷ്യൂ ആയിരുന്നു. ഇമ്പോർട്ട് മാറിപ്പോയി. ഇപ്പൊ എത്ര 16 ഐറ്റംസ് കളക്ട് ചെയ്തു. 16 ഐറ്റംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ?
ഇതില് വരും എല്ലാം എക്സിക്യൂട്ട് ആവും. എല്ലാ ടെസ്റ്റ് കേസസും ഇതുവരെയുള്ളതെല്ലാം എക്സിക്യൂട്ട്. എല്ലാത്തിലും എക്സിക്യൂട്ട് ആയി ബിക്കോസ് നമ്മൾ കൊടുത്തത് പൈ ടെസ്റ്റ് എന്നാ അല്ലെ. പൈ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ടെസ്റ്റ് കേസസിനും എടുത്തു. എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ പറയാ കേട്ടോ. ഇങ്ങനെ പാസ്റ്റ് വന്നു നിരഞ്ജന. നെക്സ്റ്റ് ഫയർഫോഴ്സ് എക്സിക്യൂട്ട് ആവും. ഓക്കെ ഓക്കെ. ഫയർഫോഴ്സ് മെർജ് എക്സിക്യൂട്ട് ആവും. ഇപ്പൊ ഈ 6% എന്ന് കാണില്ലേ ഇവിടെ സൈഡില്, അത് നമ്മുടെ ക്രോം ടോട്ടലി കവർ ചെയ്ത കവറേജ് ആണത്. നമ്മുടെ കോഡ് കവറേജ്, അതിനെ കോഡ് കവറേജ് എന്നാ പറയാ. അതായത് നമ്മളുടെ അപ്ലിക്കേഷന്റെ എത്രത്തോളം പോർഷൻസ് കവർ ചെയ്തു എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ 6% കാണിക്കാനാണ് റിമെമ്പർ മീ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ ഒക്കെ അത് നിങ്ങൾ ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് 6% നിൽക്കുന്നത്. റിമെമ്പർ മീ എന്ന് പറഞ്ഞ ബട്ടൺ ഇഷ്യൂ ഉണ്ട്, അതിനോണ്ടാണ് നമ്മൾ അത് ആഡ് ചെയ്യാത്തത്. എനിക്ക് തോന്നുന്നു നെറ്റും കൂടെ സ്ലോ ആയതുകൊണ്ടാ. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ബാക്കി ഫസ്റ്റ് വൺ ലോഡ് ആവാനേ ടൈം എടുക്കുള്ളൂ ഫയർഫോക്സ്. ബാക്കി വേഗം ലോഡ് ആവും. അല്ല 16 പാസ് എല്ലാം പാസ്. അത് എല്ലാത്തിലും ഡിവൈഡ് ചെയ്തു പോയതാണ്. ഇത് കോഡ് കവറേജ് അല്ല. കോഡ് കവറേജ് 100% ആവില്ല, കാരണം അതിൽ വേറെ കുറെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്, നമ്മളെല്ലാം ചെയ്യുന്നില്ല. അത് പ്രശ്നം. ഇവിടെ കണ്ടോ റിപ്പോർട്ട്സ്. ടോട്ടലി എത്ര ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയി, എത്ര എണ്ണം പാസ്ഡ് ആയി, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. നിരഞ്ജന, 11 ഒരു കോൾ ഉണ്ട്. ഇനി ഏതെങ്കിലും പോർഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല, ഇന്ന് എടുക്കുന്നില്ല. ഇന്ന് എത്ര എടുക്കുന്നുള്ളൂ? അല്ല, റിപ്പോർട്ട് നാളെ എടുക്കത്തുള്ളൂ. ഓക്കെ, എന്നാ ഞാൻ ലീവ് ചെയ്തോട്ടെ. ഓക്കേടാ. ഓക്കെ, ബൈ. എന്റെ മോസിൽ എപ്പോഴാണ് എടുക്കുന്നത് നിരഞ്ജന? സ്ക്രീൻഷോട്ട് തരാം. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഫെയിൽ ചെയ്ത് നോക്കാം. മനസ്സിലായോ? മനഃപൂർവ്വം എണ്ണം ഫെയിലിയർ ആയാൽ ഇപ്പുറത്ത് ഇതിന്റെ ഒപ്പം ഒരു സ്ക്രീൻഷോട്ട് വരും. ഇതേ സെയിം കോഡ് വെച്ചിട്ട് വേണമെങ്കിൽ തരാം. ഞാൻ ആ കോഡ് നിനക്ക് തരാം. ഞാൻ പറയുന്നത് വെച്ചാൽ അത് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ്. ഇതിപ്പോ ഞാൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ആയി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. അങ്ങനെ സ്പെസിഫിക് ആയി അതിന് മാത്രമായിട്ട് കോഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. കാരണം ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ആയിട്ട് അത് ക്രിയേറ്റ് ആയി അല്ല, അത് അതിന് അസോഷൻ എഴുതിയാൽ പോയി. പിന്നെ വേറൊരു ഡൗട്ട് കൂടെ എനിക്ക് ഇപ്പൊ നമ്മളിപ്പോ ഈച്ച് ടൈം വന്നിട്ട് നമ്മളിപ്പോ ഈ അക്കൗണ്ടിന് ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അക്കൗണ്ടിന് ഒരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു കൊട്ടേഷനോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈച്ച് ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ റെക്കോർഡുകളാണ് വരിക. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും അത് അതിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇതിലൊരു പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു കോൺടാക്ട് ക്രിയേറ്റ് ചെയ്തു. ഈച്ച് ടൈം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പുതിയ പുതിയ കോൺടാക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഡിപെൻഡന്റ് ആയിട്ടുള്ള ഇനി അടുത്തത് വർക്ക് ചെയ്യാനുള്ള കോൺടാക്റ്റിനുള്ളിലാണ്, ക്രിയേറ്റ് ചെയ്ത കോൺടാക്റ്റിനുള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ആവില്ലേ? ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പാത്ത് അതിന്റെ ഉള്ളിലേക്ക് പോകും. ഇവിടെ വരെ വന്നു. നിനക്കിപ്പോ ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരെയല്ലേ വരുന്നേ? വന്നിട്ട് ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്തല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ ന്യൂവിന്റെ എക്സ്പാത്ത് എടുക്കുക. ന്യൂവിന്റെ എക്സ്പാത്ത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതാം. ന്യൂവിന്റെ എക്സ്പാത്ത് എടുത്തിട്ട് റെക്കോർഡിൽ നമ്മൾ സാധനങ്ങളൊക്കെ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ആയി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? ഇവിടെ ന്യൂവിന് ആദ്യം ന്യൂവിന് എഴുതുക. ഇത് പോപ്പപ്പ് അല്ല. പോപ്പപ്പ് നമ്മൾ അലേർട്സ് പിടിച്ചില്ലേ? ഇത് അലേർട്ടാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ പുതിയൊരു റെക്കോർഡാണ് ക്രിയേറ്റ് ചെയ്തത്. ആ ന്യൂലി ക്രിയേറ്റഡ് റെക്കോർഡിന് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കണം. ഫെച്ച് ചെയ്യാൻ നിങ്ങളിൽ എങ്ങനെ ചെയ്യുന്നത്?
അതെല്ലാം എങ്ങനെ നോർമലി ഫിക്സ് ചെയ്യുന്നത്? അല്ല നോർമലി ഞങ്ങള് നെയിം നോക്കിയാണ് ഫിക്സ് ചെയ്യുക. അപ്പൊ എന്താ വ്യൂ ഓൾ ക്ലിക്ക് ചെയ്തിട്ടല്ലേ? ആ, അപ്പോൾ ആ വ്യൂ ഓളിന്റെ ഇത് ഇതാക്കി അല്ല വ്യൂ ഓൾ ചെയ്തിട്ട് ഇതില് നമുക്ക് കൊടുത്ത നെയിം സെർച്ച് ചെയ്യണം. സെർച്ച് അങ്ങനെ എടുക്കാൻ പറ്റുമല്ലേ? സെർച്ച് ചെയ്യണം അതിൻ്റെ അകത്ത്. അതിനെന്ത് ചെയ്യാം? അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ നെയിമിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ഇപ്പോൾ അതിന് ടെക്സ്റ്റ് വെച്ചെടുക്കാം. സ്പാൻ ടെക്സ്റ്റ് ഈക്വൽസ് ടെക്സ്റ്റ് പാത്ത് ചെയ്താൽ // സ്പാൻ ടെക്സ്റ്റ് ബ്രാക്കറ്റ്സ് ഈക്വൽസ് അബി ആഡംസ് നെയിമില് അങ്ങനെ എടുക്കാം. മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ടെസ്റ്റ് കേസ് ക്രിയേറ്റ് ടെസ്റ്റ് കേസ് ചെയ്യാൻ തുടങ്ങണം അല്ലേ? ഓക്കെ. ഗോപിക, എടാ അതെ ഇതെല്ലാം എക്സിക്യൂട്ട് ആയി കഴിയുമ്പോ നിനക്ക് റിപ്പോർട്ട്സ് ഒരു ഫോൾഡർ വരും അവിടെ. അതില് താഴെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിനക്ക് ഒരു HTML ഫയൽ കാണാം. HTML ഫയൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എവിടെയാ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞോ? ഓക്കേ. അതാ റിപ്പോർട്ട് ജനറേറ്റ് ആയി ഓൾറെഡി. ക്രോം ഫയർഫോക്സ് കഴിഞ്ഞു. എഡ്ജ് ആയോ? എഡ്ജ് ആയെന്ന് തോന്നുന്നു. ഓക്കേ. എഡ്ജ് ആയി എറർ അടിച്ചിരിക്കുന്നു തോന്നുന്നു. ഓക്കെ. ഇതൊന്നും എറർ എടുത്തേ. വന്നോ? അത് കുഴപ്പമില്ല, എറർ കുഴപ്പമില്ല, അത് എഡ്ജിന്റെ ഇഷ്യൂ. ഇവിടെ വന്നിട്ട് ആ റിപ്പോർട്ട്സ് എക്സ്പാൻഡ് ചെയ്തേടാ. എവിടെ റിപ്പോർട്ട്സ് എവിടെയാ കാണുന്നത്? റിപ്പോർട്ട്സ് ടെസ്റ്റിന്റെ തൊട്ട് ഓക്കേ. റിപ്പോർട്ട്സ് എക്സ്പാൻഡ് ചെയ്തേ. കണ്ടു. അതില് report.html റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ഇൻ കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണോ? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഓക്കേ, ഒരു മിനിറ്റ്. ഓപ്പൺ ഇൻ ബ്രൗസർ. ഓപ്പൺ ഇൻ എന്തിലാ കൊടുക്കണ്ടേ? ബ്രൗസർ. ഞാൻ എടുക്കണ്ട്. ഭയങ്കര സ്ലോ ആ. സ്ലോനെസ് വന്നേ കുഴപ്പമില്ല. നോട്ട് റെസ്പോണ്ടിങ് വരും. വരും. ഒന്നും ചെയ്യണ്ട, മൊത്തത്തിൽ ഹാങ് ആയി. ബ്രൗസറിൽ ക്രോം എടുത്താൽ മതി. ക്രോം എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രോം എടുത്തു. എന്തോ എറർ വന്നു. ക്രോം ക്ലിക്ക് ചെയ്തു. There are still tests running. Reload this page to get latest result. ഓക്കെ. അപ്പൊ ഇങ്ങനെ റിപ്പോർട്ട് നോക്കണം അല്ലേ? യെസ്, ഇങ്ങനെ നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ആയി കിട്ടും. ഓക്കെ. അത് നല്ല സ്ലോ ആ നിരഞ്ജന. നോക്കൂ, ഇന്റർനെറ്റ് മോശമാണ് ഇന്നത്തെ. അത് കുഴപ്പമില്ല. അയ്യോ, അതെല്ലാം എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ശരി, ഞാൻ ചെക്ക് ചെയ്യാം. നാളെ നമുക്ക് അല്ലു റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ ഗ്രൂപ്പിംഗ്, പിന്നെ ഇത് പേജ് ഒബ്ജക്ട് മോഡൽ, 3 കാര്യങ്ങൾ. സോറി, പേജ് ഒബ്ജക്ട് മോഡൽ അല്ല, പേജ് ഒബ്ജക്ട് മോഡൽ നമ്മൾ ചെയ്തു. നമ്മളിത് ചെയ്തില്ലല്ലോ. പേജ് ഒബ്ജക്ട് ചെയ്തു. പേജ് ഫാക്ടറി ചെയ്തിട്ടില്ലല്ലോ. പേജ് ഫാക്ടറി ചെയ്തില്ലല്ലോ. ഇല്ല. പേജ് ഫാക്ടറി ചെയ്തു. പിന്നെ ഗോപികളിൽ അഡ്മിറ്റേലും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. പേജ് ഒബ്ജക്ട് മോഡൽ ഇന്ന് കംപ്ലീറ്റ് ചെയ്യണേടാ. അഡ്മിൻ യൂസേഴ്സ് ആണോ? PDF ആക്കാൻ പറ്റില്ല. നമ്മളിത് റിപ്പോർട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കും. HTML ഈ ലിങ്ക് ഇല്ലേ, ലിങ്ക് ഷെയർ ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുക്കും, പ്രിന്റ് കൊടുക്കും.
ഏതിനായിരുന്നു നിരഞ്ജന? ഇതിനാണോ? admin ടെസ്റ്റ് users. റീസെറ്റ് ഫംഗ്ഷൻ ആണോ? ടെസ്റ്റ് admin ടെസ്റ്റ് users റീസെറ്റിന് എഴുതിയിട്ടില്ല. adminന്റെ എഴുതിയിട്ടില്ല പേജ് ഒബ്ജക്ട് മോഡല്. ഇതിനാണോ ടെസ്റ്റ് അഡ്മിൻ? ടെസ്റ്റ് അഡ്മിൻ യൂസേഴ്സ് അതിലെല്ലാത്തിനും എഴുതണം പേജ് ഒബ്ജക്ട് മോഡല്. എല്ലാത്തിനും ഉദ്ദേശിക്കുന്നത് റീസെറ്റിനും ടെസ്റ്റ് റീസെറ്റിനും. റീസെറ്റും എല്ലാം എഴുതണം. നമ്മള് ന്യൂസിന് അങ്ങനെയല്ലേ എഴുതിയേ? ന്യൂസിനും ഹോമിനൊക്കെ അങ്ങനെയല്ലേ എഴുതിയേ? ലോഗിനൊക്കെ അതുപോലെ ഇതും പേജ് ഒബ്ജക്ട് മോഡൽ ആക്കണം. ചെയ്ത് നോക്കണേടാ. എനിക്കിപ്പോ അടുത്ത ക്ലാസ് ഉണ്ട്, ഒന്ന് ചെയ്ത് നോക്കിട്ട് പറയണേ. ശരി ശരി. ഓക്കേടാ, ശരി. ഓക്കെ, ലീവ് ചെയ്തു. ലീവ് ചെയ്യണം. ശരി, താങ്ക് യു. ശരി, താങ്ക് യു. Hello. Hey Diana. Hi Sudhiti. Good morning.